പാലക്കാട് ബി.ജെ.പി വിജയിച്ച ജില്ലയ്ക്ക് എയിംസ് ഉറപ്പെന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. മോദിയുടെ ഗ്യാരണ്ടി വികസിത പാലക്കാട് എന്നതായിരിക്കും എൻ.ഡി.എയുടെ തിരഞ്ഞെടുപ്പ് മുദ്രാവാക്യം. ഇടതും വലതും ഒന്നാണെന്ന് പാലക്കാട്ടുകാർക്ക് നന്നായി അറിയാമെന്നും സി കൃഷ്ണകുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ ജില്ലയിൽ കൃഷ്ണകുമാർ പ്രചാരണവും ആരംഭിച്ചു. പാലക്കാട് ജനമനസ്സുകളെ തൊട്ടറിഞ്ഞ ശ്രീമാൻ സി കൃഷ്ണകുമാർജി, ബി.ജെ.പിയുടെ കരുത്തിന്റെ സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർജി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പാലക്കാട് ലോക്സഭാ മണ്ഡലം സാരഥി ശ്രീമാൻ സി കൃഷ്ണകുമാർജി ഈ വാഹനത്തിന് തൊട്ടുപിറകിലായി കടന്നു വരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ പാലക്കാട്ടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നഗരത്തിൽ പ്രചാരണവും ആരംഭിച്ചു. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട് കഴിഞ്ഞ തവണ 2 ലക്ഷത്തിലേറെ വോട്ടാണ് ബി.ജെ.പി സമാഹരിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മെട്രോമാൻ ഇ ശ്രീധരനും മലമ്പുഴയിൽ സി കൃഷ്ണകുമാറും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയിരുന്നു. ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും ബി.ജെ.പിയുടെ മുന്നിലില്ല. ബി.ജെ.പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭ വൈസ് ചെയർമാനുമായ സി കൃഷ്ണകുമാർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സുപരിചിതനാണ്. കൂടാതെ കേരളത്തിൽ ബി.ജെ.പി ഭരണം പിടിച്ച ആദ്യ നഗരസഭ ഉൾപ്പെടുന്ന മണ്ഡലം പാർട്ടിക്ക് ശക്തമായ അടിത്തറയുള്ള മണ്ണാണ്. ഇത്തവണ മോദി മൂന്നാമതും അധികാരത്തിലേറുമ്പോൾ പാലക്കാട് നിന്ന് ഒരു പ്രതിനിധിയെ കൂടിയെന്നാണ് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നത്. കൂടാതെ ബി.ജെ.പി സ്ഥാനാർത്ഥി വിജയിച്ചാൽ ജില്ലയുടെ എയിംസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമെന്നും ബി.ജെ.പി ഉറപ്പു നൽകുന്നു. ഭാരതീയ ജനതാ പാർട്ടി എൻ.ഡി.എയും പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എക്ക് അനുകൂലമായിട്ടുള്ള ഒരു ജനപ്രതിനിധി ഇവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ പാലക്കാടിൻ്റെ ചികിത്സാ രംഗത്തുള്ള കുറവിന് പരിഹാരമായിട്ടുള്ള ഒരു എയിംസ് പാലക്കാടിനായിട്ട് കേരളത്തിന് അനുവദിക്കുന്ന എയിംസ് പാലക്കാടിന് നേടിയെടുക്കാൻ, പാലക്കാട് സ്ഥാപിക്കാനുള്ള എല്ലാവിധത്തിലുള്ള ഉറപ്പും ഞങ്ങൾ നൽകുകയാണ്. ജില്ലയ്ക്ക് ഇതുവരെ ലഭിച്ച കേന്ദ്ര പദ്ധതികൾ, മോദി സർക്കാർ നൽകിയ പരിഗണന എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ബി.ജെ.പി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കൂടാതെ അട്ടപ്പാടി ഉൾപ്പെടെയുള്ള മേഖലയിലെ വികസന മുരടിപ്പും എം.പി. വി.കെ. ശ്രീകണ്ഠന്റെ നിഷ്ക്രിയത്വവും പെൻഷൻ ഉൾപ്പെടെ നൽകാതെ സംസ്ഥാന സർക്കാർ ജനങ്ങളെ വഞ്ചിക്കുന്നതുമെല്ലാം ബി.ജെ.പിയുടെ പ്രചരണായുധമാണ്. കേരളത്തിൽ ഒരിടത്തും ബി.ജെ.പി ഭരണമില്ലാത്ത കാലത്താണ് സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പാലക്കാട് നഗരസഭയുടെ ഭരണം പിടിച്ച് ചരിത്രം സൃഷ്ടിച്ചത്. ഇന്ന് അതേ വ്യക്തിയിലൂടെ മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിക്കാനാവുമെന്നുള്ളതാണ് പാലക്കാട്ടെ ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. ക്യാമറമാൻ പി.ആർ. മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.